നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ കണ്ടെത്തലുമായി ധനവകുപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് കൂടുതൽ ക്രമക്കേടുകളാണ് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ക്രമക്കേടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 42 ഗുണഭോക്താക്കളിൽ 38 പേര് അനർഹരാണെന്നാണ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. BMW കാർ ഉടമകളും ആഡംബര വീടുകളിൽ താമസിക്കുന്നവരും ഉൾപ്പെടെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ചിലർക്ക് വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൻഷൻ അർഹതയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ റിപ്പോർട്ട് ചെയ്യാനും ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ മാസവും അന്വേഷണ പുരോഗതി വിലയിരുത്തും. പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഈ അന്വേഷണം. നഗരസഭയിലെ മുഴുവൻ ക്ഷേമ പെൻഷനുകളെ കുറിച്ചും അന്വേഷണം നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശവും നൽകും. പരിശോധന സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനാണ് നീക്കം. അനർഹരായ എല്ലാവരെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ അന്വേഷണം നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൊള്ളയടിച്ചവരിൽ കോളേജ് അധ്യാപകരും ഗസറ്റഡ് ഓഫീസർമാരും വരെ ഉണ്ട്. 1458 സർക്കാർ ജീവനക്കാരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ പണം പലിശയടക്കം തിരിച്ചടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ ഏറ്റവും അധികം തട്ടിപ്പുകാരെ കണ്ടെത്തിയത് ആരോഗ്യ വകുപ്പിലാണ്. 373 പേരാണ് ഈ വകുപ്പിൽ മാത്രമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 224 പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും 124 പേർ മെഡിക്കൽ എഡ്യൂക്കേഷനിലും 114 പേർ ആയുർവേദ വകുപ്പിലും 74 പേർ മൃഗസംരക്ഷണ വകുപ്പിലും 47 പേർ പൊതുമരാമത്ത് വകുപ്പിലുമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും മറ്റൊരാൾ പാലക്കാടുമാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും നടത്തണമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്.